ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും വിവിസിറ്റി കണ്ണൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിട്ട്, കാരണം വെച്ചാൽ സൗണ്ട് ക്ലിയർ ആകുന്നില്ല. 14 ദിവസമായി. അതുകൊണ്ടാണ് നോമ്പിന് വീഡിയോസ് ഇടാമെന്നുണ്ട് തീരുമാനിച്ചത്. പക്ഷേ കഫക്കെട്ട് കൊണ്ട് വോയിസ് ക്ലിയർ ആകുന്നില്ല. എന്നിരുന്നാലും നോമ്പിൻ്റെ കണ്ണൂർ സിറ്റിയിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. ഇതാണ് കണ്ണൂർ ദീൻ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ പരിസരത്തു നിന്നാണ് ആദ്യമായിട്ട് കബാബ് സ്റ്റാൾ എന്ന ആശയം ഉദിക്കുകയും കുറേ ചെറുപ്പക്കാർ ഒരൊറ്റ തണ്ട് എന്താ പറയുക നീളത്തിൽ ടെൻറ്റ് കെട്ടി ഇവിടെ നിന്നാണ് കണ്ണൂരിൻ്റെ എന്താ പറയുക കബാബ് സ്റ്റാൾ ആരംഭിച്ച സ്ഥലമാണ് ഈ ദീൻ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പരിസരം. ഈ കാണുന്ന സ്റ്റാളുകളും അതുപോലെ തന്നെ തട്ടുകളും ഇവിടെ പണ്ടേ ഉള്ളതാണ്. ഇതാണ് കുറച്ചിങ്ങോട്ട് വന്ന കണ്ണൂർ ഈസിങ്ങാൻ്റെ പള്ളിക്ക് മുമ്പശ സൈഡായിട്ടുള്ള ഒരു കബാബ് സ്റ്റാളാണിത്. നല്ല ലൈറ്റിൻ്റെ പ്രൗഢിയോടുകൂടി കണ്ണൂർ സിറ്റിയുടെ നോമ്പിന് വരവേൽക്കുന്ന രൂപത്തിലുള്ള നല്ല അടിപൊളി വെളിച്ചത്തോട് കൂടിയിട്ടുള്ള കബാബ് സ്റ്റാളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം പുറമേയുള്ള കാഴ്ചയാണ് കേട്ടോ. ഒന്നും ഞാൻ അകത്ത് കയറിയിട്ടില്ല. അകത്ത് വേണം നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് ലൈവ് ഇട്ട് തരാം. 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നോമ്പ് തുടക്കമായിട്ട് ആകുന്ന നോമ്പ് 5 ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈവ് ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനൊന്നും ഇപ്പം ഉള്ളിലേക്ക് കയറാതെ വെറും പുറമേ കാഴ്ചകൾ മാത്രം, രാത്രികാല കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ സിറ്റിയുടെ പഴയ പ്രൗഢി ഇന്നും അസ്തമിച്ചില്ല എന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന പിന്നെ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചെറിയ സ്റ്റാളിൽ ഇവിടെ ഉള്ളത് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ചിരണ്ടിയാണ് ഇവിടെയുള്ളത്. പണ്ട് ചെരാപ്പലയിലന്ന്, അതായത് പലയിൽ അന്ന് ചിരണ്ടൽ. ഇന്നിപ്പോൾ മെഷീനായതാ, മോട്ടർ വെച്ച മെഷീനിലാണ് ഐസ് ചിരണ്ടുന്നത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ മോട്ടറിലാണ് കറങ്ങുന്നത്, അടിയത്തെ മോട്ടർ. അങ്ങനെ ചിരണ്ടി ഐസ് ചെറിയ തരിയായിട്ട് പാത്രത്തിൽ വീഴുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണൂർ സിറ്റി മാത്രമല്ല കേട്ടോ. ഇപ്പോൾ താഴത്തെടുത്ത് താണക്ക്, അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളായ പയ്യന്നൂർ, തലശ്ശേരി, അതുപോലെ തന്നെ ഇരിട്ടി, മട്ടന്നൂർ ഒക്കെ കണ്ണൂരിൻ്റെ മലയോര പ്രദേശങ്ങളായാലും തീരപ്രദേശത്തായാലും ഇന്ന് കബാബ് സ്റ്റാള് കണ്ണൂർ ജില്ല വിട്ട് പരിധിക്ക് പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ എല്ലാ കാഴ്ചകളും നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കും. ഇതിപ്പോൾ കണ്ണൂർ പിന്നെ പാലമടം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാച്ചൂസ് എന്നാണ് തട്ടുകടൻ്റെ പേര്. തട്ടുകട എന്നല്ല അതിൻ്റെ ഷോപ്പിൻ്റെ പേര്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതാ നിങ്ങൾ കണ്ടോ, ഫെസ്റ്റിവൽ അഹമ്മദ് ക റംസാൻ തട്ടുകട ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു തട്ടുകടയും നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അപ്പുറം തന്നെ ചെറിയ മട്ടത്തിൻ്റെ രൂപത്തിലുള്ള ചെറിയ ചിരണ്ടി വെക്കുന്ന സ്റ്റാളും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ സിറ്റിയുടെ പിന്നെ പ്രൗഢി, റംസാനിലെ പ്രൗഢി വിധിച്ചോന്ന വീഡിയോസ്. ഈ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ എന്നല്ലേ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയേണ്ടവർ അഭിപ്രായം പറയുക.